coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനുകാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. പ്രേമ പ്രേമ കർത്താവ് സംസാരിക്കുന്നു. പ്രേമ പ്രേമ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചന ശ്രവണത്തിനായി പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഷെക്കേന ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ടെലിവിഷനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നിയോഗങ്ങളും നിങ്ങൾക്ക് മെസ്സേജായിട്ട് നിങ്ങൾക്ക് അയക്കാം. യൂട്യൂബ് കമൻറ്റ് ബോക്സിലും മെസ്സേജായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ശുശ്രൂഷയുടെ സമാപനത്തിൽ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ അടയാളങ്ങൾ നൽകും. നമ്മുടെ ആവശ്യങ്ങളെ ചേർത്ത് തരുന്ന, നമ്മുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്ന ദൈവപ്രവൃത്തി കാണുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒന്നിച്ചു കൂട്ടിയിരിക്കുകയാണ്. റേമ, ഈ ശുശ്രൂഷ ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 34-ാം സങ്കീർത്തനം 8-ാമത്തെ തിരുവചനം. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണെന്ന് നമ്മൾ രുചിച്ചറിയണം. നമ്മൾ നല്ല ചക്കപ്പഴം കിട്ടുമ്പോൾ അതിങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി അതിൻ്റെ രുചി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് പോലെ, നല്ല മാമ്പഴം കിട്ടുമ്പോൾ, നല്ല മാങ്ങാപ്പഴം കിട്ടുമ്പോൾ എന്തൊരു രുചിയോട് കൂടിയാണ് നമ്മളത് ആസ്വദിച്ച് കഴിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ പരിശുദ്ധി, കർത്താവിൻ്റെ നന്മ, കർത്താവ് നൽകുന്ന കരുതൽ, അവിടുത്തെ പ്രൊവിഡൻസ്, കർത്താവിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം ആവോളം രുചിച്ച് നമുക്ക് കർത്താവിനെ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്. ഏത് സാഹചര്യത്തിലും നമുക്ക് നന്മ പ്രദാനം ചെയ്യാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ നന്മയിൽ ഹൃദയമുറപ്പിച്ച് കർത്താവിനെ അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം രുചിച്ചറിയുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഈ ഒരു ആഗ്രഹമാണ് ഈ സമയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. നമ്മൾ എന്ത് നിയോഗത്തോടു കൂടിയാണോ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്, ആ നിയോഗത്തെ ആശീർവദിക്കുവാൻ മതിയായവനാണ് കർത്താവായ യേശു. നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാവട്ടെ,
അതെല്ലാം നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കാൻ ശക്തനായ ദൈവം കർത്താവിൻ്റെ വചനങ്ങളിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. 34-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എത്ര മനോഹരമായ വചനമാണത്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ അത്രമാത്രം കഠിനമായ ക്ഷാമത്തിന്റെ നാളുകളിലും കഠിനമായ പ്രതിസന്ധിയുടെ നടുവിലും കാട്ടിലെ രാജാവാണ് സിംഹം. അതുകൊണ്ട് സിംഹക്കുട്ടികൾക്ക് ആഹാരം മുടങ്ങുന്ന ഒരു നേരം പോലുമില്ല. എന്നാൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുകയാണ്, അപ്രകാരം ഒരു കഠിനമായ ക്ഷാമം, സിംഹക്കുട്ടികൾക്ക് ആഹാരം കിട്ടാത്ത ഒരവസ്ഥ വന്നാൽ പോലും ആരെല്ലാം കർത്താവിനെ അന്വേഷിക്കുന്നുവോ, നമ്മൾ ആരെയും അന്വേഷിക്കേണ്ടത്? ഇന്ന് അനേകരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പലരും അന്വേഷിക്കുന്നത് പണമാണ്, സമ്പത്താണ് അന്വേഷിക്കുന്നത്. വേറെ പലരും അന്വേഷിക്കുന്നത് ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളാണ്. മറ്റു പലരും അന്വേഷിക്കുന്നത് ഈ ലോകത്തിന്റെ അംഗീകാരമാണ്, സ്നേഹമാണ്. വേറെ ചിലർ അന്വേഷിക്കുന്നത് സെക്സ് ആണ്, ഈ ലോകത്തിന്റെ ഭോഗേച്ഛകളാണ്. എന്നാൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ തിരുവെഴുത്ത് പറയാണ്, ആരെല്ലാം പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നുവോ. ഞാനും നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കണം, കർത്താവിനെ തേടണം, കർത്താവിനെ ആശ്രയിക്കണം, കർത്താവിനോട് ഐക്യപ്പെടണം. വചനം ഉറപ്പ് തരികയാണ്. എന്താ ഉറപ്പ് തരുന്നത്? അവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ആ വചനം ശ്രദ്ധിച്ച്, ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഏത് പ്രതിസന്ധിയിലും, എത്ര വലിയ ദുരിതത്തിലും, സങ്കടത്തിലും, കഷ്ടതയിലും നമ്മളെ പോറ്റുവാൻ, നമ്മെ പുലർത്തുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ കരുതുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണമായി നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കണം. ഞാൻ ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തുണർത്തിയ ഒരു പ്രവാചക വചനം ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും തകർന്ന ഹൃദയത്തോടെ അവർ ഫോൺ ചെയ്തു, സഹോദര പ്രാർത്ഥിക്കണം, കടുത്ത പ്രതിസന്ധിയിലാണ്, നിരാശയിലാണ്, ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത വിധം ഞങ്ങൾ തകർച്ചയിലും വലിയ ദുരിതത്തിലുമാണ്, ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, കർത്താവ് ഇടപെടുവാൻ, ഞങ്ങൾക്കൊരു വാതിൽ തുറന്നു കിട്ടാൻ സഹോദര പ്രാർത്ഥിക്കണം. 100 കണക്കിന് വ്യക്തികളാണ് ഇത്തരത്തിൽ വേദനയോടുകൂടി പങ്കുവെച്ചത്. ഈ വേദനകളെല്ലാം കർത്താവിന് മുമ്പിൽ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ഇപ്രകാരം പ്രേരിപ്പിക്കുകയായിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 14-ാമത്തെ തിരുവചനമാണ്. ഇതൊരു പ്രവചന ദൂതാണ്. പ്രവാചകനായ ഏലിയായുടെ ദൈവം അരുളി ചെയ്യാണ് ആ പാവപ്പെട്ട സറപ്തയിലെ വിധവയോട്, ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന, നിരാശപ്പെട്ട് കൊടിയ ദുരിതത്തിലായിരിക്കുന്ന ആ കുടുംബത്തിന് പ്രത്യാശ നൽകി, ആ കുടുംബത്തിന് ആനന്ദം നൽകി, ആ കുടുംബത്തിലേക്ക് ദൈവ സാന്നിധ്യത്തെ പകർന്നുകൊണ്ട് ദൈവം സംസാരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ആ വചനം ശ്രദ്ധിച്ച്, ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തു, താൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിൽ എണ്ണ വറ്റുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതൊരു പ്രവചന ദൂതാണ്. ആവശ്യമുള്ളവരൊക്കെ ഈ വചനം നിങ്ങൾ പ്രാപിച്ചോ? ഈ വചനത്തിലൂടെ ലഭ്യമാകുന്ന കൃപകൾ, അഭിഷേകങ്ങൾ സ്വീകരിച്ചോ? ഭൂമിയിൽ താൻ മഴ പെയ്യ്ക്കുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയോ ഭരണിയിൽ എണ്ണ വറ്റുകയില്ല. പ്രവാചകനായ ഏലിയായിലൂടെ ആ പാവപ്പെട്ട വിധവയ്ക്ക്, അവളുടെ കുടുംബത്തിന് കർത്താവ് ദൂത് കൊടുക്കുക. ഇന്ന് ഈ ദൂത് നമുക്ക് ഓരോരുത്തർക്കുമാണ് സ്വർഗം നൽകുന്നത്. വിഷമിച്ചിരിക്കുന്നവര്, ആകുലപ്പെട്ടിരിക്കുന്നവര്, ജീവിതത്തിൽ തകർച്ചകൾ വന്ന് കഠിനമായ നൊമ്പരത്തിൽ ഇരിക്കുന്നവരെ കർത്താവ് ഇതിൽ കാണുന്നുണ്ട്.
തുടർച്ചയായ പരാജയങ്ങൾ മൂലം ജീവിതം മടുത്തുപോയവരെ ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ കണ്ണുകൾ കാണുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇത് നിനക്കുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുന്ന സമയമാണിത്. നിനക്ക് വേണ്ട ദൈവത്തിന്റെ സന്ദേശം കർത്താവിന്റെ അരൂപി നമ്മെ അറിയിക്കുകയാണ്. കലത്തിലെ മാവ് തീരുകയില്ല, ഭരണിയിൽ എണ്ണ വറ്റുകയുമില്ല. ഒരു വഴി തുറക്കാതെ ഉള്ള വഴി അടഞ്ഞു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും വഴി അടഞ്ഞു പോയിട്ടുണ്ട്? ജോലി നഷ്ടപ്പെട്ടു, വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയോ, കുടുംബത്തിൽ പ്രതിസന്ധികൾ സംഭവിച്ചോ? വിഷമിക്കേണ്ട, ഒരു വഴി ദൈവം നിനക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ഒന്ന് തുറക്കാതെ ഉള്ളത് അടയാൻ നിന്റെ കർത്താവ് സമ്മതിക്കില്ല. ഇത് ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈ പ്രവാചക വചനം ഏറ്റെടുക്കുക. എല്ലാവരും ഹൃദയം തുറന്ന് യേശുനാമം വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുനാമത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മ നമ്മൾ നിറയ്ക്കുന്ന സമയം, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കുന്ന സമയം, ഇടിമിന്നൽ പോലെ ദൈവത്തിന്റെ അരൂപി നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം, നമ്മളെ സന്ദർശിക്കുന്ന സമയം, നമ്മുടെ ആവശ്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മുടെ നിയോഗങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ സങ്കടങ്ങള്, ദുരിതങ്ങള്, കണ്ണുനീരുകള്, കഷ്ടപ്പാടുകള് എല്ലാം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവേ, വരിക 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 വരിക. ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് വരണമേ, വ്യക്തി ജീവിതങ്ങളിലേക്ക് വരണമേ, തകർച്ചകളിലേക്ക് വരണമേ, പരാജയങ്ങളിലേക്ക് വരണമേ, സങ്കടങ്ങളിലേക്ക് വരണമേ, ദുഃഖങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ശുശ്രൂഷകളെ ഏറ്റെടുത്ത് അവിടുന്ന് നിയന്ത്രിക്കണമേ. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് 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 കർത്താവിൽ ആനന്ദിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ വറ്റില്ല. ഒരു പിടി മാവ്, ഒരു തുള്ളി എണ്ണ കർത്താവ് അവശേഷിപ്പിക്കും. എൻ്റെ സഹോദര സഹോദരി, നമ്മൾ മുങ്ങിപ്പോകാൻ, നമ്മൾ തകർന്നു പോകാൻ, നമ്മൾ ഇല്ലാതാകുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. കർത്താവേ, കൃപ ചെയ്യണമേ. കർത്താവേ, ജ്ഞാനം നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ. ഒന്ന് ആഗ്രഹിച്ച് എല്ലാവരും ഹൃദയം തുറന്ന് ആഗ്രഹിച്ച്, നിങ്ങൾ എവിടെ ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവോ അവിടെ ആയിരുന്ന് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയം, കർത്താവ് ഇടപെടുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഈ പ്രവാചക വചനം, ഈ പ്രൊഫറ്റിക് വേർഡ് ഏറ്റുപറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ വറ്റില്ല. കലത്തിലെ മാവ് തീരില്ല, എല്ലാവരും എണ്ണ വറ്റില്ല. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ വറ്റില്ല. കലത്തിലെ മാവ് വിശ്വസിച്ച് വിശ്വസിച്ച് പാടി പ്രാർത്ഥിച്ച് സങ്കടപ്പെടാതെ. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ വറ്റില്ല. കലത്തിലെ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, വാഗ്ദാനങ്ങൾ മാറില്ല, കണ്ണീരൊന്നും പാടല്ല. വാഗ്ദാനങ്ങൾ നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം പാടല്ല. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? നമുക്ക് വേണ്ടി ഒരു പിടി മാവ്, ഒരു തുള്ളി എണ്ണ കർത്താവ് അവശേഷിപ്പിക്കും. ഈശോയേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, യേശു വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോനാമം വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. കർത്താവേ, കടന്നു വരണമേ. ഞങ്ങളുടെ കുറവുകളിലേക്ക്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് കർത്താവേ വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ആവശ്യങ്ങൾക്കനുസൃതമായി നിറച്ചിടും ദൈവം, തന്മക്കൾക്കായി രാപ്പകലെന്നെ അധ്വാനിച്ചിടും. ആവശ്യങ്ങൾക്കനുസൃതമായി ദൈവം നിറച്ചു തരും. ദൈവം നമ്മൾ അനുഗ്രഹിക്കും. മക്കൾക്കായി രാപ്പകലങ്ങെ അധ്വാനിച്ചിടും. ഒരു പിടി മാവ്, ഒരു തുള്ളി എണ്ണ അവശേഷിച്ചിടും. അഞ്ചപ്പത്തെ
അത്ഭുതമാക്കി അവൻ വിളമ്പിടും. ഒരു തുള്ളി മാവ് കർത്താവേ, കൃപ തരണേ, കൃപ തരണേ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ പാടുകയും നിറച്ചിടും. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിലെണ്ണ വറ്റില്ല. ആമേൻ, ആമേൻ. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിലെണ്ണ വറ്റില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. മാവ് തീരില്ല, ഭരണിയിലെണ്ണ വറ്റില്ല. കലത്തിലെ മാവ് തീരില്ല. എന്തുമാത്രം കഠിന ക്ഷാമം വന്നാലും, പ്രതിസന്ധി ഉണ്ടായാലും, എന്തുമാത്രം സംഘർഷങ്ങൾ സംഭവിച്ചാലും, കർത്താവേ, പരാജയങ്ങൾ നേരിട്ടാലും, ഞങ്ങളുടെ ജീവിത മാർഗങ്ങൾ വഴിമുട്ടി പോവുകയില്ല. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിലെണ്ണ വറ്റില്ല. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി കർത്താവ് നൽകുന്ന ഈ വാഗ്ദത്ത വചനങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, ആവശ്യങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് പ്രാപിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. സങ്കടങ്ങളിലേക്ക് വരണമേ, ദുരിതങ്ങളിലേക്ക് വരണമേ, കണ്ണുനീരുകൾ ഏറ്റെടുക്കണമേ, കഷ്ടപ്പാടുകളിലേക്ക്, തകർച്ചകളിലേക്ക് കർത്താവേ വരണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നു. ഈശോയേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അല്പവിശ്വാസം, സംശയങ്ങള്, അന്ധവിശ്വാസങ്ങള്, അവിശ്വാസത്തിന്റെ കെട്ടുകൾ കർത്താവേ പൊട്ടിച്ചു കളയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. ഈശോയെ നന്ദി. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഓരോ വ്യക്തിയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ അവിടുന്ന് ആശീർവദിക്കണമേ. ബ്ലസ് ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എപ്പോഴും കർത്താവിൻ്റെ പരിപാലനയിൽ ഉറച്ചു വിശ്വസിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമേകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെ മുഴുവൻ അമ്മയുടെ ഉമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് ഈരടികൾ പാടി ത്രിയേക ദൈവത്തെ സ്തുതിക്കാം. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ 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 മരിയ. ആമേൻ. കർത്താവിൻ്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റേമ ഈ ശുശ്രൂഷ വഴി ഇന്ന് നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ ആലോചന, ഏത് പ്രശ്നങ്ങളിലും ഓർക്കുക, കർത്താവിൻ്റെ കലവറ സമ്പന്നമാണ്. നമ്മൾ നേരിടുന്ന ഏത് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? നമ്മുടെ കർത്താവിൻ്റെ കലവറ സമ്പന്നമാണ്. പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണിത്. നൂറ്റാണ്ടുകളായി പതിനായിരക്കണക്കിന് വിവിധങ്ങളായ മിനിസ്ട്രികൾ തിരുസഭയിലുണ്ട്. ഈ മിനിസ്ട്രികൾക്കും ശുശ്രൂഷകൾക്കും കൂട്ടായ്മകൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാം കർത്താവ് എത്രയോ നൂറ്റാണ്ടുകളായി വിശ്വസ്തയോടെ നൽകി ഓരോ മിനിസ്ട്രിയെയും കൈപ്പിടിച്ച് കർത്താവ് പരിപാലിച്ച് നടത്തുകയാണ്. എന്തുമാത്രം കർത്താവിൻ്റെ കലവറയിൽ നിന്ന് നൽകപ്പെട്ടാലും ആ കലവറയ്ക്ക് ഒരു കോട്ടവും കുറവും സംഭവിക്കുന്നില്ല. കർത്താവിൻ്റെ കലവറ വളരെ സമ്പന്നമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ കലവറയ്ക്ക് ഒരു കുറവും സംഭവിക്കുകയില്ല. എന്തുമാത്രം സപ്ലൈ ചെയ്താൽ, എന്തുമാത്രം അതിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാലും
ഒരു കുറവും വരുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് തന്നെ സ്നേഹിച്ച, തന്നെ കരുതിയ, തൻ്റെ മിഷന് വേണ്ടി സഹായിച്ച ഫിലിപ്പിയിലെ സഭയോട് വിശുദ്ധ പൗലോസ് പറയുകയാണ്. 4-ാം അധ്യായം 19-ാമത്തെ തിരുവചനമാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മൾ അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചന ഭാഗമാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ ആവശ്യം? ആത്മീയമായ ആവശ്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ എന്തുമാവട്ടെ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നൽകുവാൻ മതിയായവനാണ്. കർത്താവിൻ്റെ ഈ പ്രൊവിഡൻസിൽ വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ നമുക്ക് സാധ്യമാകണം. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതമാണ്. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. വീടിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, ജോലിയെ കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ വരുമാന മാർഗങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ സംഭവിച്ച തകർച്ചകളെയും പരാജയങ്ങളെയും കുറിച്ച്, ഭാവിയെ കുറിച്ച് ഒന്നിനെ കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട. എന്താണ് പ്രിയപ്പെട്ടവർ ആകുലത എന്ന് പറയുന്നത്? ദൈവത്തിന്റെ കരുതലിലുള്ള വിശ്വാസമില്ലായ്മയാണ് ആകുലത. എന്റെ കർത്താവ് എന്നെ കരുതുവാൻ ശക്തനാണ്, എൻ്റെ കുടുംബത്തെ പാലിക്കുവാൻ മതിയായവനാണ്, എൻ്റെ ഏത് ആവശ്യം നിറവേറ്റുവാൻ അവിടുന്ന് ശക്തനും വല്ലഭനുമാണെന്നുള്ള വിശ്വാസം, ആ ബോധ്യം, ഇങ്ങനെയുള്ളവർക്ക് ആകുലതയില്ല, അസ്വസ്ഥതയില്ല. പ്രിയപ്പെട്ടവരെ, അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. ഇത് പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമല്ല. കർത്താവിൻ്റെ ആ മഹത്വത്തിൻ്റെ സമ്പന്നതയിലേക്ക് നമ്മൾ നോക്കണം. കർത്താവിൻ്റെ സമ്പന്നമായ കലവറയിലേക്ക് വിശ്വാസത്തോടെ കണ്ണുകൾ ഉയർത്താൻ നമുക്ക് കഴിയണം. എബ്രായ പുസ്തകം 10-ാം അധ്യായം 38-ാം വചനത്തിൽ ജീവനുള്ള വചനമാണ്. ഇതും മറ്റൊരു പ്രൊഫറ്റിക് വേർഡാണ്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ ഒരുപാട് ബലപ്പെടുത്തിയ കർത്താവിൻ്റെ വചനമാണത്. ഷെക്കേന ടെലിവിഷനുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഷെക്കേന ടെലിവിഷനിൽ പരസ്യങ്ങൾ വേണോ? നല്ല നല്ല പരസ്യങ്ങൾ, കർത്താവിന് യോഗ്യമായ പരസ്യങ്ങൾ സ്വീകരിച്ചുകൂടെന്ന് പലരും സജസ്റ്റ് ചെയ്തു. അതൊരു വരുമാന മാർഗമാവല്ലോ, ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുമല്ലോ എന്ന് സ്നേഹത്തോടെ പലരും ഉപദേശിച്ചു. നാളുകൾ ഈ വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ, നല്ല പരസ്യങ്ങളാണെങ്കിൽ പോലും അത് ടെലിവിഷനിൽ വേണോ? കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പല പ്രാവശ്യവും എൻ്റെ ഹൃദയത്തെ ഉണർത്തിയ പ്രവാചക വചനം, പ്രൊഫറ്റിക് വേർഡായിരുന്നു. ഹെബ്രായർ 10:38. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. കർത്താവ് കൂടെ 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 ബലപ്പെടുത്തിയ വചനമായിരുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ലോകത്തിന് ഈ ഭാഷ മനസ്സിലാവില്ല പ്രിയപ്പെട്ടവരെ. വിശ്വാസം മൂലം എങ്ങനെ ജീവിക്കുക? പണമുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും, നല്ല ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും, ബിസിനസ് ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും, അത്യാവശ്യം നല്ല സാധ്യതകൾ അവസരങ്ങൾ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. വിശ്വാസം മൂലം എങ്ങനെ ജീവിക്കുക? ലോകത്തിന് ദൈവത്തിന്റെ ഈ ഭാഷ മനസ്സിലാവത്തില്ല. പരിശുദ്ധാത്മ പറയുന്ന ഈ ഭാഷ ലോകത്തിന് മനസ്സിലാവത്തില്ല. എന്നാൽ പ്രിയ ദൈവത്തിന്റെ പൈതലെ, നമ്മൾ തിരിച്ചറിയണം, വിശ്വാസത്തിലൂടെ ജീവിക്കാൻ കഴിയുമെന്ന് കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കോവിഡ് മൂലം പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് വിശ്വാസം മൂലമാണ്. ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിലൂടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് ദൈവാശ്രയത്വം. ഞാൻ ഈ വചനമായി നിങ്ങൾ പങ്കുവെക്കുമ്പോൾ
കർത്താവ് ശക്തിയോട് ഉപയോഗിച്ചൊരു മിഷണറി, ജോർജ് മുള്ളർ എന്ന് പറയുന്ന കർത്താവിന്റെ മിഷണറി, ഒരു നേരത്തിന് ഉള്ള ആഹാരത്തിന് പോലും വകയില്ലാത്ത സമയത്ത്, ഒരു നേരത്തിന് ഉള്ള അന്നത്തിന് പോലും വകുപ്പില്ലാത്ത സമയത്ത് ദൈവത്തിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ച് അത് പ്രവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ മിഷണറിയായിരുന്നു ജോർജ് മുള്ളർ. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നുള്ള തിരുവഴുത്ത് ലിറ്ററലി അഭിഷേകമായി മാറിയ വ്യക്തി. ഇതുപോലെ ആയിരക്കണക്കിന് മിഷണറിമാരും വിശുദ്ധാത്മാക്കളും തിരുസഭയിലുണ്ട്. ഞാൻ അവരെയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ഭയങ്കരമൊരു ഇൻസ്പിറേഷനാണ്, പ്രചോദനവും പ്രോത്സാഹനവുമാണ്. 2000 അനാഥ കുഞ്ഞുങ്ങളെ ഇദ്ദേഹം എടുത്ത് വളർത്തുകയാണ്. ആരും സഹായിക്കാനില്ല, ദൈവത്തിന് സഹായം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ അനാഥശാലയിലുള്ള അനേകം കുട്ടികൾക്ക് ടൈഫോയിഡ് പിടിപെട്ടു. അവർ അവശരായി, പല കുഞ്ഞുങ്ങളും തളർന്നു വീഴാൻ തുടങ്ങി. ഈ സമയത്ത് വേണ്ടത്ര ആഹാരം കൊടുക്കാൻ കഴിയാതെ ഇദ്ദേഹം വലയുകയാണ്. ജോർജ് മുള്ളറിന്റെ പ്രത്യേകത, തന്റെ ആവശ്യങ്ങൾ അദ്ദേഹം ദൈവത്തെ അറിയിക്കും. ദൈവം അതിനുവേണ്ടി ആരെ നിയോഗിച്ചിട്ടുണ്ടോ അവരെ പ്രചോദിപ്പിക്കും. എല്ലാം വിശ്വാസത്തിലൂടെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം പ്രഭാതത്തിലെ കിച്ചണിൽ പണിയെടുക്കുന്ന വ്യക്തികൾ വന്നിട്ട് ജോർജ് മുള്ളറോട് പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റിന് യാതൊരു വകയുമില്ല, മാവ് തീർന്നു പോയി, 5 പൈസ കയ്യിലില്ല, 2000 കുട്ടികളുണ്ട്, ടൈഫോയിഡ് പിടിപെട്ട് പല കുട്ടികൾ അവശരാണ്, വേണ്ടത്ര ആഹാരം കൊടുത്തില്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടുണ്ടാകും. ജോർജ് മുള്ളർ പറഞ്ഞു, കുഞ്ഞുങ്ങളോടെല്ലാം ആഹാരത്തിന് ഇരിക്കാൻ പറഞ്ഞു. 2000 കുഞ്ഞുങ്ങൾ പാത്രം വെച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇരിക്കുകയാണ്. അല്പനേരം കഴിഞ്ഞിട്ടും ആഹാരം കാണുന്നില്ല. കുഞ്ഞുങ്ങൾ പറഞ്ഞു, ആഹാരം കാണുന്നില്ലല്ലോ. ജോർജ് മുള്ളർ പറഞ്ഞു, നമ്മുടെ ദൈവം അതിശക്തനാണ്, വിശ്വസ്തനാണ്, മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, പണം മൂലമല്ല, ലോകത്തിന്റെ സംവിധാനങ്ങൾ മൂലമല്ല. എൻ്റെ നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസം മൂലമാണ്, വിശ്വാസം മൂലമാണ്. ഇത് ചങ്കിലേക്ക് തുളച്ച് കയറണം ദൈവമക്കളെ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലൊരു മുട്ട് കേൾക്കുകയാണ്. വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു വലിയ ട്രക്ക് ഡ്രൈവറാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് കുറെ ബെണ്ണുമായിട്ട് പോവുകയാണ്, അപ്പവുമായിട്ട് പോവുക. കൃത്യം ഈ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ട്രക്കിന്റെ ആക്സിൽ ഒടിഞ്ഞു പോയി. ഇനി അത് റിപ്പയർ ചെയ്ത് വരുമ്പോഴേക്കും ഈ അപ്പം, ഈ ബെണ്ണൊക്കെ നാശമായി പോകും. അതുകൊണ്ട് നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ ബോർഡ് കണ്ട് നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിച്ചോളാൻ പറഞ്ഞു. 1000 അപ്പം ആ വലിയ ട്രക്കിലുണ്ടായിരുന്നു. അത്ഭുതകരമായി ആ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് 2000 കുട്ടികൾക്ക് നല്ല അപ്പം കൊടുത്ത് കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ജോർജ് മുള്ളർ സന്തോഷ കണ്ണീരോടെ തന്നെ വിളിച്ച വിശ്വസ്തനായ കർത്താവിനെ അദ്ദേഹം സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ഈ ദൈവം ഇന്നും ജീവിക്കുന്നവനെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കാൻ മതിയായവനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഇടപെടുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. വിശ്വസിക്കണം നമ്മൾ. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ചെക്കന് ടെലിവിഷൻ ഞങ്ങൾ തീരുമാനമെടുത്തു, യാതൊരു പരസ്യം വേണ്ട, എത്ര നല്ല പരസ്യമാണെങ്കിലും പരസ്യം വേണ്ട, ഇത് കർത്താവിൻ്റെ മുഖം കാണിക്കാനുള്ളതാണ്, ഇത് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാനുള്ളതാണ്. കർത്താവ് ഈ മാധ്യമ ശുശ്രൂഷയെ വഴി നടത്തും. ഇതിനെ വളർത്തുവാൻ കർത്താവ് മതിയായവനാണ്. ഇപ്പോഴും പലരും പറയാറുണ്ട്, ഇത്രയും സാമ്പത്തികമായി ഞെരുക്കുള്ള സമയത്ത് പരസ്യങ്ങൾ സ്വീകരിച്ചൂടെ? കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വേണ്ട എന്നാണ്. കർത്താവിൻ്റെ പരിപാലനയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഞെരുക്കങ്ങൾ, കഷ്ടപ്പാട് ഉണ്ടെങ്കിലും കർത്താവ് അത്ഭുതകരമായി ഈ മാധ്യമ ശുശ്രൂഷ നയിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഇതുപോലെ ഇടപെടുവാൻ കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിലോട്ട് നമുക്ക് വരാം. ദൈവത്തിന്റെ പരിപാലന, കർത്താവിന്റെ കലവറ സമ്പന്നമാണ് എന്നതിന് ഏറ്റവും പ്രകടമായൊരു തെളിവ് തൻ്റെ ജനമായ ഇസ്രായേലിന് ദൈവം നയിച്ച വഴികളാണ്. ചെങ്കടൽ വിഭജിച്ച് വരണ്ട ഭൂമിയിലൂടെ തൻ്റെ ജനത്തെ അക്കരെ കടത്തി കർത്താവ്. വെറും 3 ദിവസമേ കഴിഞ്ഞുള്ളൂ. ജനം പിറുപിറുക്കാൻ തുടങ്ങി, പരാതി പറയാൻ. നമ്മൾ എന്തുമാത്രം അത്ഭുതം കണ്ടവരാ, ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചവരാ,
ദൈവം ഇടപെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ദൈവം കരുതിയ നിമിഷങ്ങള്, ദൈവം പരിപാലിച്ച നിമിഷങ്ങള്, ദൈവം സംരക്ഷിച്ച എത്രയെത്ര സാഹചര്യങ്ങള്. പിന്നെ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പിന്നെ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? എന്തിനാണ് നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുന്നത്? നീ എന്തിനാ ആകുലപ്പെടുന്നത്? എൻ്റെ മക്കളിൽ കർത്താവ് ഇടപെടുമോ? എൻ്റെ ഈ വിഷയത്തിന് തീർപ്പുണ്ടാകുമോ? എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? എൻ്റെ ഈ ദുഃഖം ഇല്ലാതാകുമോ? നീ എന്തിനാണ് ഇപ്രകാരം ചിന്തിക്കുന്നത്? ഇന്നലകളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച നിന്റെ കർത്താവിന് ഇന്നും നാളുകളിലും പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ പഴയ ഇസ്രായേലിനെ പോലെ ആകരുത്. ഇത്രമാത്രം ദൈവത്തിന്റെ അത്ഭുതം കണ്ടവരാണ്, ദൈവത്തിന്റെ പരിപാലന കണ്ടവരാണ്. വെറും 3 ദിവസമേ കഴിഞ്ഞുള്ളൂ. അവരെന്താ പറഞ്ഞെന്നറിഞ്ഞു? പുറപ്പാട് പുസ്തകം 15:24 ആ വചനം എടുത്ത് നമുക്കിന്ന് വായിക്കാം. പുറപ്പാട് 15:24. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? ഇത് നമ്മുടെ കുഴപ്പം. ഇത്രയും വലിയ അത്ഭുതം കണ്ട് വെറും 3 വർഷമല്ല, 3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ജനം പറയാ, പിറുപിറുത്ത് അസംതൃപ്തരായി പറയാ, ഞങ്ങൾ എന്താണ് കുടിക്കുക? ഞങ്ങൾക്ക് എങ്ങനെ കുടിക്കും? നമ്മുടെ വിഷയം എന്താ? എന്ത് കുടിക്കും? എന്ത് കഴിക്കും? എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും? എങ്ങനെ കുടുംബത്തെ പോറ്റും? എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? എങ്ങനെ ഈ പ്രതിസന്ധി ഇല്ലാതാക്കാം? എങ്ങനെ വരുമാന മാർഗങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും? ഇതല്ലേ നമ്മുടെ ചിന്തയല്ലേ? അല്ല പ്രിയപ്പെട്ടവരെ, എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം. ഞങ്ങൾ എന്താണ് കുടിക്കുക? തീർന്നില്ല. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വചനം വായിച്ച് നമ്മുടെ ഉള്ളിൽ വിഷമം തോന്നും. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, മോശയോട് അഹ്റോനോട് പറയുന്നത്, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയോളം അപ്പം തിന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെയും മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. എന്താ ഇപ്പൊ പറഞ്ഞു വരണേ? ഇതാരാ പറയുന്നത്? ദൈവത്തിന്റെ സ്വന്തം ജനം. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ, എന്തിനായി ജീവിതം? മടുത്തു, ചത്താ മതി, എന്തിനെങ്ങനെ ജീവിക്കണേ? ഇതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. ഈ കുടുംബം നരകതുല്യമാണല്ലോ. എത്ര വർഷമായി പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നു, ഇതിന് പരിഹാരമില്ലേ? ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ഈ തകർച്ചകള്, ഈ പ്രശ്നങ്ങള്, ഈ കണ്ണുനീര്, ഈ കഷ്ടപ്പാട്. കർത്താവേ, ഇതിനൊരു അവസാനമില്ലേ? ഇതിനൊരു അവസാനമില്ലേ? ചങ്ക് പൊട്ടി കരയുന്ന ആയിരങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ കണ്ണുകൾ കാണുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, നമുക്കുള്ള ദൈവത്തിന്റെ ദൂതാണിത്. ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിൽ ഇരുന്ന് നല്ല ഇറച്ചി സ്വാദോടുകൂടി കഴിക്കുക, അപ്പവും കൂട്ടി. ആ സമയത്ത് ഞങ്ങൾ മരിച്ചിരുന്നുവെങ്കിൽ, വാഗ്ദാന ദേശം പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോന്നിട്ട് ഞങ്ങള് ആഹാരം കിട്ടാതെ വെള്ളം കിട്ടാതെ ഇവിടെ വലയുകയാണ്. എങ്ങനെ ജീവിക്കും? എങ്ങനെ മുന്നോട്ട് പോകും? ജനം പിറുപിറുക്കുകയാണ്. ഈ സമയത്ത് കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. കർത്താവ് എന്താ പറയുന്നത് മോശയോട്? പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ തിരുവചനം നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എൻ്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കും. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നാളെ ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ അപ്പം തരും. എത്ര പേരാ? 20 ലക്ഷം പേര്. മാനുഷികമായി ചിന്തിച്ചത് എങ്ങനെ നടക്കും? 20 ലക്ഷം പേർക്ക് എങ്ങനെ അപ്പം കിട്ടും? അത് മരുഭൂമിയിലെ സീൻ മരുഭൂമിയിൽ അവർ നിൽക്കുന്നത്. ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് അപ്പം കിട്ടാനാ? 1-2 പേരല്ല, 20 ലക്ഷം പേര്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ കലവറ വളരെ സമ്പന്നമാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതേത് സാഹചര്യമാവട്ടെ ചേർത്ത് തരുവാൻ കർത്താവിന്റെ കരങ്ങള് ശക്തങ്ങളാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഉറപ്പോടെ വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ജീസസ് ജീസസ്. ഇത് പറയുമ്പോൾ എൻ്റെ മേൽ ശക്തമായൊരു അഭിഷേകം വ്യാപരിക്കുകയാണ്. അനേകരെ കർത്താവ് തൊട്ടുണർത്തുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, സംഖ്യയുടെ പുസ്തകത്തിലേക്ക് വരണം. 11-ാം അധ്യായം. ഇസ്രായേൽ ജനം ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും വിലപിക്കുകയാണ്. 5ഉം 6ഉം വചനങ്ങൾ. സംഖ്യ 11-ാം അധ്യായം 5ഉം 6ഉം വചനങ്ങൾ. അവരെന്താ പറയുന്നത്?
ഈജിപ്തിൽ ഞങ്ങൾക്ക് വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമ്മീനുള്ളി, വെള്ളുള്ളി. ആ വചനഭാഗം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങളാണ്. 4, 5, 6 വചനങ്ങളിൽ കാണാൻ പറ്റും. 5-ാമത്തെ വചനത്തിലോട്ട് വന്ന 5-ാമത്തെ വചനം ഒരു സങ്കടം പറയാൻ തുടങ്ങി. എന്താണ് സങ്കടം പറയുന്നത്? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ എന്നൊക്കെ പറഞ്ഞ് അവര് ഇങ്ങനെ പറയുകയാണ്. അവർ കഴിച്ചിരുന്ന ഭക്ഷണത്തിന് സ്വാദൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അവർ കർത്താവിനോട് കംപ്ലൈന്റ് പറയാ, മോശയ്ക്കെതിരെ പിറുപിറുക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? സംഖ്യയുടെ പുസ്തകം കേട്ടോ, ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമന്നുള്ളി, വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കണ്ടോ, അപ്പോൾ ബൈബിളിൽ ഇതൊക്കെ ഉണ്ട്. വെള്ളരിക്കയും മത്തങ്ങയും സവോളയും ചെമന്നുള്ളിയും ഒക്കെ വെളുത്തുള്ളിയൊക്കെ ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഓർക്കുന്നു. അപ്പൊ ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ട് തന്റെ ജനത്തോട് പറയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പല ആവശ്യങ്ങളുമായിട്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത്. 100 ആവശ്യങ്ങൾ അനേകർ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെ എല്ലാം മെസ്സേജുകൾ, ടെക്സ്റ്റുകൾ അയക്കുന്നുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാവട്ടെ, തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങളും അവരുടെ വികാരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ദൈവമായ കർത്താവ് സംസാരിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 18-ാമത്തെ വചനം. എന്ത് ദൈവം പറഞ്ഞത്? ആ വചനം പെട്ടെന്ന് ശ്രദ്ധിക്കാം. 11:18. മോശയോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട ജനത്തോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും? ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും. കർത്താവ് ഉറപ്പോടെ മോശയോട് പറഞ്ഞു, മോശ നീ പേടിക്കേണ്ട, നീ ജനത്തെ ശുദ്ധീകരിക്കുക, ഞാൻ അവർക്ക് ഭക്ഷിക്കാനുള്ള മാംസം കൊടുക്കും. കർത്താവിന്റെ കലവറ സമ്പന്ന, ഞാൻ ആവർത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, ഇത് ഉള്ളിലോട്ട് കയറണം. കർത്താവിന്റെ കലവറ സമ്പന്നമാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ഓർക്കേണ്ടതും നമ്മൾ ഓർമ്മിക്കേണ്ടതും ഈ സത്യമാണ്. സംഖ്യയുടെ പുസ്തകം 11:19 വരിക. അവിടെ എന്താ കാണാൻ കഴിയുന്നത്? ദൈവം വീണ്ടും മോശയോട് പറയാണ്. എന്താ പറഞ്ഞത്? 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങൾ അത് തിന്നുക. 20-ാമത്തെ വചനം 11:20. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ആ വചനങ്ങൾ സാധിക്കുന്നവർക്ക് ഒരുമിച്ച് വായിക്കണം. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങൾ ഭക്ഷിക്കും. കാരണം കർത്താവിനെ അവർ അതുപോലെ പ്രകോപിപ്പിച്ചു. എന്തുമാത്രം ദൈവത്തിന്റെ പരിപാലന കണ്ടു, എന്തുമാത്രം ദൈവത്തിന്റെ കരുതൽ കണ്ടു, എന്തുമാത്രം ദൈവം സംരക്ഷിച്ചു. ഇത്രമാത്രം സംരക്ഷണയും പരിപാലനയും കണ്ട് അനുഭവിച്ച് ആസ്വദിച്ച ജനമാണ് കർത്താവിനെ പ്രകോപിപ്പിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലെ ആകരുത്. കർത്താവിന്റെ വിശ്വസ്തതയിൽ നമ്മൾ ശരണപ്പെടണം. കർത്താവിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തണം. നമ്മൾ വരിഞ്ഞു മുറുക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തുമാവട്ടെ, കർത്താവിന്റെ കലവറ സമ്പന്നമാണെന്ന് വിശ്വസിച്ച് അതുറപ്പോടെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം. 21-ാമത്തെ വചനം, സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ അവിടെ മോശ കർത്താവിനോട് പറഞ്ഞു, എന്നോടൊത്ത് 6 ലക്ഷം യോദ്ധാക്കൾ. മോശയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 20 ലക്ഷം പേരെ നിൽക്കണേ. കർത്താവ് പറയുന്നത് മൂക്കിലൂടെ ഓക്കാനം വന്ന് ആ പ്രയോഗം നിങ്ങൾ നോക്കിയേ. മൂക്കിലൂടെ ഓക്കാനം വന്നെന്ന് പറഞ്ഞ വയറ് നിറച്ച് സുഭിക്ഷമായിട്ട് എത്ര വേണമെങ്കിലും കഴിച്ചോളാം ദൈവം പറയാം. അങ്ങനെ 1 മാസത്തേക്ക് 6 ലക്ഷം യോദ്ധാക്കളുണ്ട്. മൊത്തം 20 ലക്ഷം പേരാ. എന്തോരം കിലോ ഇറച്ചി വേണ്ടി വരും? മോശ നമ്മളാണെങ്കിലും പറയും, ദൈവമേ ഇതുപോലെ മണ്ടത്തരം പറയരുത്. നമുക്ക് വിശ്വസിക്കാം. ഇതാ നമ്മുടെ കുഴപ്പം, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം ഒരു കാര്യം പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് അഭിഷേകത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നുള്ള തിരുവഴുത്തിൽ ഹൃദയമുറപ്പിച്ച് ജീവനോടെ ജീവിക്കാൻ നമ്മൾ പരാജയപ്പെടുന്നതാണ് പലപ്പോഴും ദൈവത്തിന്റെ പരിപാലന കാണാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ 6 ലക്ഷം യോദ്ധാക്കളുണ്ട്. തുടർന്ന് എന്താ വീണ്ടും പറയുന്നത്? നമുക്ക് ശ്രദ്ധിക്കാം വചനം. 6 ലക്ഷം യോദ്ധാക്കളുണ്ട്.
ഇവിടെ നിന്നാണ് ഇത് കിട്ടുക. മോനെ അത് ഡിസ്പ്ലേ ചെയ്യുക. എന്നിട്ടും അങ്ങ് പറയുന്നു 1 മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന്. ദൈവത്തോട് നമ്മളിതുപോലെ പറയാറില്ലേ? ചില കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവ് നീ എന്താ ഈ പറയുന്നത്? ഇപ്പൊ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഇതെങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മിഷണറി, അദ്ദേഹം നോർത്ത് ഇന്ത്യയിലൊക്കെ കർത്താവിന് വേണ്ടി ശക്തിയോടെ സാക്ഷ്യം വഹിച്ചൊരു മിഷണറിയാണ്. തൻ്റെ മിഷന്റെ ആദ്യ നാളുകളിൽ കഷ്ടപ്പാടും കണ്ണുനീരും ഒരുപാട് ദാരിദ്ര്യവുമായി ജീവിക്കുന്ന സമയത്ത് തൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നല്ലൊരു ആഹാരം പോലും കൊടുക്കാൻ പറ്റാതെ ഇദ്ദേഹം വിഷമിക്കുകയാണ്. കർത്താവിൻ്റെ ആ കരുതലിലും കർത്താവിൻ്റെ സമ്പന്നതയിലേക്ക് നോക്കി ഇദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുക. ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, മണ്ണെണ്ണ വിളക്കിലാണ് ഇവർ കഴിയുന്നത്. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന സമയമാണ്. ഒരു ദിവസം മണ്ണെണ്ണ ഇല്ലാതെ പോയി, വിളക്ക് കത്തിക്കാൻ പറ്റുന്നില്ല, കൂരാക്കൂരി ഇരുട്ടാണ്. അദ്ദേഹം കർത്താവിൻ്റെ വിശ്വസ്തത ഓർത്തു. കർത്താവിൻ്റെ കലവറ സമ്പന്നമാണ്, കർത്താവിന് കഴിയാത്ത യാതൊന്നുമില്ല. ഇദ്ദേഹം കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. ഏത് ആവശ്യത്തിലും ഏത് പ്രതിസന്ധിയിലും നമ്മൾ കർത്താവിനെ ആശ്രയിക്കണം, കർത്താവിന്റെ വിശ്വസ്തതയിൽ ശരണപ്പെടണം, കർത്താവിന്റെ കരുതൽ ഉറപ്പോടെ പ്രഖ്യാപിക്കണം. അത്ഭുതം കാണാം, അത്ഭുതം കാണാം. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ദൈവം ചെയ്യുകയെ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, മണ്ണെണ്ണയില്ലാത്ത മണ്ണെണ്ണ വിളക്കിൽ നീ പച്ചവെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ബുദ്ധി പറയും ഇമ്പോസിബിൾ ആണെന്ന്. ദൈവം പറഞ്ഞത് വിശ്വസിച്ച മനുഷ്യൻ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ 100 പേരുടെ അഭിപ്രായം ചോദിക്കാൻ നടക്കരുത്. ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ കൂട്ടാനും കുറയ്ക്കാനും പോകരുത്. അവിടെ വെച്ച് അതിനോട് യെസ് ലോഡ് എന്ന് പറയണം. ആ തിരുഹിതത്തോട് നമ്മൾ കീഴ്പ്പെടണം. പരിശുദ്ധ അമ്മയെ പോലെ ഇത് കർത്താവിന്റെ ഹിതമാണെന്ന് മനസ്സിലായാൽ, ഇത് കർത്താവിന്റെ ആഗ്രഹമാണ് മനസ്സിലായാൽ, ഇതാണ് കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിലായാൽ പിന്നെ ആരോടും ചോദിക്കാൻ പോണ്ട. അവിടെ നമ്മൾ സമർപ്പണം നടത്തുക. ദൈവശക്തി ഇറങ്ങി വരും. ഇദ്ദേഹം ആ മണ്ണെണ്ണയില്ലാത്ത വിളക്കില് പച്ചവെള്ളം ഒഴിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന് ആത്മാവ് പറഞ്ഞു, ഈ വിളക്ക് നീ കത്തിക്കുക. വിശ്വാസത്തോടെ അദ്ദേഹം ആ വിളക്ക് കത്തിച്ചു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. മണ്ണെണ്ണ തീർന്നു പോയ ആ വിളക്കിൽ പച്ചവെള്ളം ഒഴിച്ചു. അത് കത്തിച്ചപ്പോൾ ആ വിളക്ക് പ്രകാശിച്ചു, അത് കത്തി. ഇത് വെച്ച് കെട്ടി പറയുന്ന ഒരു കഥയല്ല. കർത്താവിന്റെ വിശ്വസ്തതയിൽ ആരെല്ലാം ശരണപ്പെടുന്നുവോ, കർത്താവിന്റെ കരുതലിൽ ആരെല്ലാം ആശ്രയിക്കുന്നുവോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. വലിയ അത്ഭുതമായ അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തി കണ്ണീരോടെ. പിറ്റേ ദിവസം 20 രൂപ കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തു. അന്നും രാത്രിയിൽ അദ്ദേഹം വിളക്കിൽ പച്ചവെള്ളം ഒഴിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, അഭ്യാസം എൻ്റെ അടുത്ത് ഇറക്കണ്ട. ഇന്നലെ നിനക്ക് ഇതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, ഇന്ന് 20 രൂപ തന്നിട്ടുണ്ട്. ആ 20 രൂപയ്ക്ക് മണ്ണെണ്ണ വാങ്ങാൻ പറഞ്ഞു. കർത്താവ് കരുതുകയാണ്. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ദൈവം പ്രവർത്തിക്കും. മോശപ്രവാചകന് മനസ്സിലാവുന്നില്ല. 6 ലക്ഷം യോദ്ധാക്കൾ 1 മാസത്തേക്ക് ഇറച്ചി എങ്ങനെ കിട്ടും? പക്ഷെ ദൈവം പറഞ്ഞു. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 23-ാമത്തെ വചനം. ഇത് നമുക്കുള്ള ദൈവത്തിന്റെ ദൂത. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ കർത്താവിന്റെ ഈ സന്ദേശം, ഈ ആലോചന ഏറ്റെടുക്കുക. കർത്താവ് എന്താ മോശയോട് പറഞ്ഞത്, ഇന്ന് നമ്മോടാ പറയുന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളെ നോക്കി കർത്താവ് സംസാരിക്കുക. എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ, എന്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. ജീസസ് എന്താ കർത്താവ് പറഞ്ഞത്? മോശേ, എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയടാ. ഇന്ന് നമ്മോട് ചോദിക്കുക, എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ, നിന്റെ ആവശ്യങ്ങളിൽ ഇടപെടാൻ, നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, നിന്റെ കുടുംബത്തിൽ ഇടപെടാൻ, നിന്റെ മക്കളിൽ ഇടപെടാൻ, നിന്റെ തകർച്ചകളിലും ദുരിതങ്ങളിലും പരാജയങ്ങളിൽ ഇടപെടാൻ. എന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയിട്ടുണ്ടോ? കലത്തിലെ മാവ് തീരില്ല,
ഭരണിയിൽ എണ്ണ വറ്റില്ല. ചേർന്ന് പാടിക്കേ. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ വറ്റില്ല. വാഗ്ദാനങ്ങൾ മാറില്ല, കണ്ണീരൊന്നും പാടല്ല. വാഗ്ദാനങ്ങൾ മാറില്ല, ജീസസ് ജീസസ് നീരൊന്നും പാഴല്ല. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ. ഇത് പ്രവചന ദൂത ഇത്. ഈശോ ഈശോ ഈ ജനത്തെ അനുഗ്രഹിക്കണം കർത്താവേ. ഭരണിയിൽ എണ്ണ വറ്റില്ല. എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ, ഞാൻ പ്രവർത്തിക്കില്ലയോ എന്ന് നീ കാണും. എന്താ സംഭവിച്ചത്? കർത്താവ് എന്താ ചെയ്തത്? കർത്താവിന്റെ കലവറ വളരെ സമ്പന്നമാണ്. വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞേ, നമ്മുടെ കർത്താവിന്റെ കലവറ വളരെ സമ്പന്നമാണ്. വളരെ സമ്പന്നമാണ്. ഒരുമിച്ച് ഏറ്റു പറഞ്ഞ്, നമ്മുടെ കർത്താവിന്റെ കലവറ വളരെ സമ്പന്നമാണ്. വളരെ സമ്പന്നമാണ്. ഒരിക്കൽ കൂടെ ഉറപ്പോടെ പ്രഖ്യാപിക്കാം, നമ്മുടെ കർത്താവിന്റെ കലവറ വളരെ സമ്പന്നമാണ്. വളരെ സമ്പന്നമാണ്. എന്താണ് ദൈവം ചെയ്തത്? ദൈവം വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല പ്രിയപ്പെട്ടവരെ. നമുക്കൊരു വാഗ്ദത്തം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ കർത്താവ് എന്നും ശ്രദ്ധിക്കും. കാരണം വിശ്വസ്തനായ ദൈവമാണ് അവിടുന്ന്. പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു. കർത്താവ് ശക്തമായൊരു കാറ്റയച്ചു. ഒരു മാസത്തേക്ക് മൂക്കിലൂടെ ഓക്കാനം വന്ന് നിങ്ങൾക്ക് മതിയാവോളം ഞാൻ മാംസം തരുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ശക്തമായൊരു ഈ കാറ്റാണ് പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് ശക്തിയോടെ പ്രവർത്തിച്ചു. കടലിൽ നിന്ന് കോടിക്കണക്കിന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. അത് ഇസ്രായേൽക്കാരുടെ പാളയത്തിൽ വന്ന് വീഴുകയാണ്. വീണ്ടും 16-ന്റെ 14 പുറപ്പാട്. ആ വചനം എന്താ പറയുന്നത്? ജനം ശ്രദ്ധിക്കുകയാണ്. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ട് ലോലമായൊരു വസ്തു കാണപ്പെട്ടു. വാക്യം 15, 13-ന്റെ 15 നമുക്ക് എടുക്കാം. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇത് എന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. അതിന്റെ പേരാണ് മന്ന. മാലാഖമാര് കഴിക്കുന്ന സ്വർഗീയ ഭക്ഷണമായ മന്ന. 20 ലക്ഷം പേർക്ക് മന്ന കൊടുക്കുകയാ. അത്ഭുതം ഇനി നമുക്ക് കാണാം. കർത്താവിന്റെ കലവറ സമ്പന്നമാണ് എന്നതിന്റെ പ്രകടമായൊരു തെളിവാണ് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അവിടെ വാക്യം 16 നമുക്ക് എടുക്കാം. 16-ാമത്തെ വചനം എടുക്കാം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഓരോരുത്തരും തൻ്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് ആൾ ഒന്നിനെ ഒരു ഓമർ വീതം ശേഖരിക്കട്ടെ. ഒരു ഓമർ എന്ന് പറയുമ്പോൾ അത് ഏകദേശം 4.5 ലിറ്റർ വരും. 20 ലക്ഷം 9 ദശലക്ഷം റാത്തലാണ്. ഇത് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത് 9 ദശലക്ഷം റാത്തല്. ഈ 9 ദശലക്ഷം റാത്തല് മന്ന വേണം ഈ 20 ലക്ഷം പേർക്ക്. നമ്മുടെ ഇന്നത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞാൽ 4500 ടൺ. ചിന്തിച്ച് നോക്കിയ നിങ്ങള്, 4500 ടൺ മന്നയാണ്. മലാഖമാര് കഴിക്കുന്ന അപ്പം മന്ന കർത്താവ് പൊടിച്ചു കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയാണ്, കർത്താവിന്റെ കലവറ സമ്പന്നമാണെന്നുള്ളതിന്റെ അതിന്റെ ആഴം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഒരു ഗുഡ്സ് ട്രെയിനിൽ, ഈ ചരക്കുകൾ കൊണ്ടുപോകുന്ന ചരക്ക് തീവണ്ടിയിൽ, ഗുഡ്സ് ട്രെയിനിലെ ഏകദേശം ഒരു ബോഗിയിൽ ഏകദേശം 15 ടണ്ണാണ് കയറുന്നത്. 15 ടൺ ഒരു ബോഗിയിൽ. അങ്ങനെ 30 ബോഗിയുള്ളൊരു ട്രെയിൻ. അപ്പോൾ നല്ല നീളമുള്ള വലിയ ട്രെയിനാണ്. 30 ബോഗി, ഏകദേശം 20 ബോഗിയൊക്കെ ഉണ്ടാവുള്ളൂ. 30 ബോഗി കൂട്ടി നമ്മൾ 30 ബോഗിയുള്ള ഒരു നീണ്ട വലിയ ട്രെയിനിൽ നമ്മൾ കയറ്റുമ്പോൾ 450 ടണ്ണായി. ഒരു വലിയ ഗുഡ്സ് ട്രെയിനിൽ 450 ടണ്ണായി.
4500 ടൺ വേണം 20 ലക്ഷം പേർക്ക് ഒരു ദിവസം. നിങ്ങൾ കൂട്ടി നോക്കിയ പ്രിയപ്പെട്ടവരെ, അങ്ങനെ 10 ട്രെയിൻ, 30 ബോഗിയുള്ള നീണ്ട വലിയ വലിപ്പമുള്ള 10 ഗുഡ്സ് ട്രെയിൻ, ചരക്ക് തീവണ്ടികള് ഒരു ദിവസം കർത്താവ് ഭക്ഷിക്കാനായിട്ട് ജനത്തെ കൊടുത്തിരുന്നത്. കർത്താവിന്റെ കലവറ സമ്പന്നമാണോ? കർത്താവിന്റെ കലവറ സമ്പന്നമാണോ? 365 ദിവസം, 365 ഡേയ്സ്, ഒരു ദിവസം പോലും മുടക്കം വന്നില്ല പ്രിയപ്പെട്ടവരെ. അവര് ചോദിച്ചില്ല, പക്ഷെ ദൈവം വിശ്വസ്തയോടെ കൊടുക്കുകയാണ്. തന്റെ ജനത്തിന് ആവശ്യമായ അപ്പം കൊടുക്കുകയാണ്, മന്ന പൊഴിച്ചു കൊടുക്കുകയാണ്. 365 ദിവസം, 40 years, 40 വർഷക്കാലം. എന്ത് വായിച്ചപ്പോ ആനന്ദം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയി. നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തത എത്ര വലുതാ പ്രിയപ്പെട്ടവരെ. മോശയോട് ദൈവം ചോദിച്ചില്ലേ, മോശേ എന്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ? ഞാൻ പ്രവർത്തിക്കുന്നത് നീ കാണുമെന്ന് കർത്താവ് പറഞ്ഞു. ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തിയില്ലേ? കർത്താവ് തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തിയില്ലേ? 365 ദിവസമല്ല, അങ്ങനെ 40 years, 40 വർഷക്കാലം. എത്ര ഗുഡ്സ് ട്രെയിൻ വേണ്ടി വന്നിട്ടുണ്ടാവും? നമ്മളിന്ന് കണക്കൂട്ടി നോക്കി. കർത്താവിന്റെ കലവറയ്ക്ക് ഒരു കുറവും വന്നില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു നാൾ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഒരു നാൾ ഞാൻ നിന്നെ അവഗണിക്കുകയില്ല. എബ്രായ പുസ്തകം 13-ാം അധ്യായം 5-6 വചനങ്ങൾ നമുക്ക് ഒരുപാട് ആശ്വാസം തരുന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണിത്. അവിടെ എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വിധത്തിലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? കർത്താവാണ് എൻ്റെ സഹായകൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ അവഗണിക്കുകയില്ല. എൻ്റെ കുഞ്ഞേ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. കർത്താവിന്റെ കലവറ സമ്പന്നമാണ്. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? മോറിയായിലും നിന്നെ കരുതാ, ഞാനിന്നും ശക്തനല്ലയോ? മോറിയായിലും നിന്നെ കരുതാ, ഞാനിന്നും ശക്തനല്ലയോ? 40 വർഷക്കാലം ഒരു ദിവസം പോലും മുടക്കക്കൂടാതെ ദൈവം തൻ്റെ കലവറയിൽ നിന്ന്, തൻ്റെ സമ്പന്നതയിൽ നിന്ന് തൻ്റെ ജനത്തിന് ആവശ്യമായ അപ്പം കൊടുക്കുകയാണ്, മന്ന കൊടുക്കുകയാണ്. ജോഷ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വചനം. പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതെയായി. 40 വർഷത്തിന് ശേഷമാണ് ഒരു പ്രോമിസ് ലാൻഡിൽ എത്തുകയാണ്. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയ. മരുഭൂമിയിലായിരുന്ന 40 വർഷക്കാലം ദൈവം തന്റെ ജനത്തെ പോറ്റി, ദൈവം തന്റെ ജനത്തെ പരിപാലിച്ചു. തൻ്റെ കലവറ തുറന്ന് അവരുടെ സകല ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റി. ഈ ദൈവം വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഇതുപോലെ പ്രവർത്തിക്കാൻ കർത്താവ് മതിയായവനാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഷെക്കേന ടെലിവിഷനോട് ബന്ധപ്പെട്ട് എന്നോട് സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയാണ്. കുറെ ബില്ലുകൾ കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. ലക്ഷങ്ങളുടെ ബില്ലുകളാണ്. ഓരോ ബില്ലുകളും 50,000, 75,000, 2 ലക്ഷം, 5 ലക്ഷം, ഇങ്ങനെ പല പല ബില്ലുകളാണ്. അതിലൊരു ബില്ല് ആ ദിവസം അടച്ചു തീർത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. പല പ്രാവശ്യം തരാമെന്ന് പറഞ്ഞു. പൈസ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ഞങ്ങൾ കോട്ടി മുഴുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. 3 days അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു കർത്താവിൻ്റെ മുമ്പിൽ. ദൈവം ചില വഴികൾ തുറക്കാനായിട്ട്. കർത്താവിൻ്റെ കലവറ സമ്പന്നമാണ്, അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു.
ഈ സമയത്ത് എൻ്റെ സഹോദരങ്ങളെ ഏകദേശം 1,30,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു സഹോദരൻ കൊച്ചി ഭാഗത്ത് നിന്ന് ഒരു സഹോദരൻ 2 ചെക്കുകൾ, ഒത്തിരി ആവശ്യങ്ങളുണ്ട്, പക്ഷെ അന്ന് പ്രത്യേകമായിട്ട് ആവശ്യമുണ്ട്. അന്നത് കിട്ടിയില്ലായിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. 1,00,000 ചെക്ക്, 25,000 വേറൊരു ചെക്ക് കേട്ടോ, 1,4 ലക്ഷം രൂപ, പിന്നെ 5,000 രൂപ അക്കൗണ്ടിലുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ കർത്താവ് സഹായിക്കുക. അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് ഞാൻ അവരെന്നോട് ഇത് വിവരം പറഞ്ഞപ്പോൾ ആ നമ്പർ വാങ്ങി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടായി, ഈ 1,00,000 രൂപ ഞങ്ങളെ സംബന്ധിച്ച് 1 കോടിയോളം വില വരുന്ന കാര്യമാണ്. അത്രമാത്രം വലിയ ആവശ്യത്തിലും സങ്കടത്തിലുമായിരുന്നു. കർത്താവ് ഇടപെട്ടു ചേട്ടായിലൂടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി സന്തോഷമായി, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയല്ലോ, എന്നെ വിളിക്കാൻ പെടുന്ന തോന്നിയില്ലെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ സന്തോഷം പങ്കുവെച്ചു. ഞാനത് എന്തിനാ പറഞ്ഞെന്ന് അറിഞ്ഞു? കഠിനമായ സമയങ്ങളിൽ, ക്ലേശിക്കുന്ന സമയങ്ങളിൽ, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഓർത്ത് നമ്മൾ ആകുലപ്പെടുന്ന സമയങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, തൻ്റെ സമ്പന്നതയുടെ കലവറ തുറന്ന് ആവശ്യമുള്ളത് നമുക്ക് ഒരു പൈസ പോലും കൂടുതൽ തരികയില്ല. കാരണം കർത്താവ് നമ്മുടെ സ്വഭാവം അറിയാം, കൃത്യമായ കാര്യം കർത്താവ് ചെയ്യത്തുള്ളൂ. ഇവിടെ കണ്ടു, ആ പ്രോമിസ് ലാൻഡ് എത്തിക്കഴിഞ്ഞപ്പോൾ അന്നു മുതൽ മന്ന പിന്നെ കൊടുത്തില്ല, പിന്നെ മന്ന കൊടുക്കേണ്ട ആവശ്യമില്ല. കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ദൈവം പ്രവർത്തിക്കും. നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ബന്ധപ്പെട്ട് ദൈവം ഇടപെടും, ദൈവം നമ്മളെ കരുതും, ദൈവം നമ്മളെ വിശ്വസ്തയോടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ 1,30,000 രൂപ കൊടുത്ത് ആ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇടപെടുകയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിപാലന, കർത്താവിൻ്റെ പരിപാലനയെ കുറിച്ച് വർഷങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഈ മാധ്യമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് കർത്താവിൻ്റെ പ്രൊവിഡൻസ്, കർത്താവിൻ്റെ കരുതലൊക്കെ എത്ര ശക്തമാണെന്ന് അനുദിന ജീവിതത്തിൽ കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത്. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ വറ്റില്ല. ഒരു പിടി മാവും 1 തുള്ളി എണ്ണയും നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് എപ്പോഴും മാറ്റിവെക്കും, അവശേഷിക്കും. എല്ലാം കാലിയായി പോകാൻ, ഒന്നുമില്ലാതാകാൻ കർത്താവ് അനുവദിക്കുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ മാത്രം ശക്തിയോടെ ഹല്ലേലൂയ പറയട്ടെ. കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക, കർത്താവിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക. എത്ര വലിയ പ്രശ്നങ്ങളിലായിരുന്നാലും ഓർക്കുക, കർത്താവിന്റെ കലവറ സമ്പന്നമാണ്. തൻ്റെ ജനത്തെ നയിച്ച അതേ ദൈവം ഇന്ന് നമ്മളെ നയിക്കാൻ ശക്തനാണ്. അസ്വസ്ഥനാകരുത് മക്കളെ, നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. കർത്താവിൻ്റെ വിശ്വസ്തയിൽ ശരണപ്പെടണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് ധീരതയോടെ സാക്ഷ്യം നൽകാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവിക്കുന്ന നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.